അല്ലാഹു ഇഷ്ടപ്പെടുന്നവർക്കേ തഹജ്ജുദ് നിസ്കരിക്കാൻ പറ്റൂ. കാരണം തഹജ്ജുദ് നിസ്കരിക്കുന്നത് ഭാര്യ അറിയില്ല, മക്കളറിയില്ല, നാട്ടുകാരറിയില്ല, പടച്ചവനെ ഒരാളും അറിയില്ല. നീ രാത്രിയിൽ 2 മണിക്ക് 3 മണിക്ക് നീ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് അല്ലാഹുവല്ലാതെ വേറെ ആരും അറിയില്ല. ആ നിസ്കാരത്തിന് വല്ലാത്ത പ്രതിഫലമാണ്. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ 2ാമത് മോതുമ്പോ എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് തല താഴ്ത്തി പിടിച്ചുകൊണ്ട് കരയുന്ന ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, 2 പേരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. 2 വിഭാഗം ആൾക്കാരുടെ തല ഇങ്ങനെ ഉയർന്നു നിൽക്കുകയാ. അതുകൊണ്ട് നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ചെല്ലുമ്പോ നിന്റെ തല ഉയർന്നു നിൽക്കും. 2, നിന്നെ അല്ലാഹു വിളിച്ചിട്ട് പറയും, ഇന്ന് നിനക്ക് ഹിസാബില്ല, ഇന്ന് നിനക്ക് വിചാരണയില്ല, നീ തഹജ്ജുദ് നിസ്കരിച്ചവനാ, നീ ആ കാണുന്ന സ്വർഗത്തിലേക്ക് കടന്നു പൊക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്ക് നിന്നെ കടത്തിവിടുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതാണ് രാത്രി നിസ്കാരത്തിന്റെ പ്രതിഫലം, അതാണ് രാത്രിയിലെ നിസ്കാരത്തിന്റെ പ്രതിഫലം. അതുകൊണ്ടാ പറയുന്ന നിസ്കരിക്കാൻ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ.